ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഈ പായസത്തിന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടു നോക്കിയാലോ? ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ നമ്മള്. അപ്പൊ ഞാനിത് അവിടെ 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, അണ്ടിപ്പരിപ്പ് ഉണ്ട്, പിന്നെ ഇതാ ക്യാരറ്റ് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പൈനാപ്പിൾ ഇതാ നന്നായി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തതുണ്ട്, പഞ്ചസാര, പിന്നെ അതാ പഞ്ചസാര ഏലക്കയും പൊടിച്ചതാണ് കേട്ടോ അത്, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ നമുക്ക് നെയ്യും ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഇത് ചവ്വരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പായസത്തിന്റെ. അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ? അപ്പൊ മോൾട്ടിക്ക് ഒരു ആഗ്രഹം കേട്ടോ, അവൾക്ക് ഇതൊന്ന് പറയണമെന്ന്. അപ്പൊ നമ്മൾ ഇതവിടെ പായസം റെഡിയാക്കാൻ പോവാണ് കേട്ടോ. നല്ല സ്വാദിഷ്ടമായ പായസം കേട്ടോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്. അപ്പൊ നമ്മളിതാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ ഒരു കടായി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിതായി കുതിർത്ത് വെച്ച് ചവ്വരി ഇട്ട് കൊടുക്കാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഞാനിതാ ഗ്യാസമ്മ വെച്ച് നന്നായിട്ട് വേവിക്കാട്ടോ ചെയ്യണേ. കുറച്ച് വെള്ളം കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കും പെട്ടെന്ന്. ഇത് സ്റ്റീലിന്റെ കടായിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പാലിതാ ഈസി കുക്കിൽ വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് പാലും ഇതിന്റെ കൂടെ നന്നായിട്ട് തിളച്ച് വേവട്ടെ. അപ്പൊ നമ്മള് ചവ്വരിക്ക് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാണ്. നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ചവ്വരി നമുക്ക് പണി കിട്ടും കേട്ടോ, അതിന്റെ അടി പിടിക്കും. അപ്പൊ ചവ്വരി ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഇതാ നന്നായിട്ട് നെയ്യും പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഈ ക്യാരറ്റിനെ ഞാനിതാ വേവിച്ചെടുക്കണത്. വേവിക്കല്ല, ഇതിനെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത്. ഇതിൽ വഴറ്റിയിട്ട് ശേഷമാണ് നമ്മുടെ പാലിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യണേ. അപ്പൊ ഈ സ്വാദിഷ്ടമായ പായസം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിട്ടോ. അങ്ങനെ ഇതാ നന്നായിട്ട് നമ്മുടെ പഞ്ചസാരയും നെയ്യും ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇതാ വാടി വന്നിട്ടുണ്ട് അതില്. പിന്നെ നമ്മുടെ പാലും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ പാലൊക്കെ. പിന്നെ ഞാനിതിവിടെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഈ പാത്രത്തിൽ നമ്മളുടെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം പഞ്ചസാരയും ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ വേവിച്ചെടുക്കണത്. അങ്ങനെ ഇതാ പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. എന്നാലും നമ്മൾ പൈനാപ്പിളിലൊക്കെ പഞ്ചസാര മധുരം കടിക്കും. നമ്മളിങ്ങനെ മധുരം ഒക്കെ കിട്ടുമല്ലോ പൈനാപ്പിൾ കടിക്കണ സമയത്ത്. പിന്നെ ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചവ്വരി ഇവിടെ നന്നായിട്ട് വേവുണ്ട് കേട്ടോ. അതുപോലെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഞാന്. അല്ലെങ്കിൽ ചവ്വരി അടി പിടിക്കും. നന്നായിട്ട് കൈയെടുക്കാതെ കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് പൈനാപ്പിൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് വേവട്ടെ. അപ്പൊ പാലും ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലിടക്ക് പാലും ഇളക്കി കൊടുക്കണ്ട്. നമ്മൾ പെട്ടെന്ന് പായസം തയ്യാറാക്കട്ടോ. നമുക്ക് ഓണത്തിന് എല്ലാവരും ഒന്ന് ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അങ്ങനെ ചവ്വരിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതായി തിളച്ച പാല് ഞാൻ ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നല്ല തിളച്ച പാലിനെ ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ടോ. അങ്ങനെ ചവ്വരി വെന്തതിന് ശേഷം തിളച്ച പാലിനെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പാലൊക്കെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് പായസം തയ്യാറാക്കട്ടോ നമുക്ക്. അങ്ങനത്തെ നമ്മളെ പാലും ചവ്വരൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ പൈനാപ്പിൾ ഒന്ന് വെന്തോ നോക്കാം കേട്ടോ ചെയ്യുന്നത്. കുറച്ചുകൂടി വേവാനുണ്ട്. പൈനാപ്പിൾ വെന്താലുള്ളൂ നമുക്ക് പായസത്തിൽ എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതില്. ഈ ക്യാരറ്റ് ഒക്കെ നമ്മളുടെ പായസത്തിൽ ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ ചവ്വരിയുടെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പായസത്തിന്.
ഇത് നമ്മൾ കാരമൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു പായസമാണ് ഇത് ഇങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഈ പായസത്തിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് വെന്തിട്ട് ഈ മധുരവും ഇതോ ചൂടോടെ ഒഴിച്ചു കൊടുക്കാണ്ടോ. ഇതിൽ പഞ്ചസാര ഇതിന് മുഴുവൻ ഇടുന്നത് നമുക്ക് എന്നാലുള്ളൂ ഇതിൽ മധുരം കിട്ടുള്ളൂ. നമ്മൾ ഈ പൈനാപ്പിളും ക്യാരറ്റൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായി നല്ല ടേസ്റ്റ് കിട്ടണം. ഇതിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടോ. അപ്പൊ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ പഞ്ചസാര ഞാൻ ആവശ്യത്തിനാട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ പൈനാപ്പിളിലും ക്യാരറ്റിലും ഒക്കെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര ഇടട്ടോ പഞ്ചസാരയൊക്കെ. നമുക്കിവിടെ കൂടുതൽ മധുരം അത്രക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതാ ഏലക്ക പഞ്ചസാര പൊടിച്ചതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ വരുമ്പോ ഒരുപാട് മധുരം ഉണ്ടാവും കേട്ടോ നമ്മുടെ പായസത്തിന്. ഏലക്കയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ പായസത സ്വാദിഷ്ടമായ പായസത റെഡിയാക്കി കൊണ്ടിരിക്കട്ടോ. ഇനിയാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങൾക്ക് എത്രയും ആവശ്യം കൊടുക്കട്ടോ. നമുക്ക് ഇത്രേ ഉള്ളൂ ആവശ്യം. അതുകൊണ്ട് നമ്മളൊരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പായസതാക്ക റെഡി ആയിട്ടോ. അപ്പൊ പായസം ഞാൻ ഇറക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നെയ്യിൽ കോരിട്ട് ഒഴിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് എത്രയാണ് ആവശ്യം അത്രയും സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ ഈ പായസം. അങ്ങനെ ഞാനിതാ നെയ്യ് ഒഴിച്ചു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. അടുത്തതാ നമ്മുടെ മുന്തിരി ട്ടോ. അങ്ങനെ മുന്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ പായസമാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഇങ്ങനെ ഒരു പായസം ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇതിന്റെ ടേസ്റ്റ് എത്ര ഉണ്ട്, എങ്ങനെയാണ് ഈ പായസം. അപ്പൊ എനിക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ പായസം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. എല്ലാവരും ഈ ഓണത്തിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഓണാശംസകൾ.